കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നിധി സുധീഷും കൂടെ നിധിയുടെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ പോയിരിക്കുകയാണ്. അവിടെ ചിലപ്പോൾ മാഡം സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിധി എടുത്ത് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ച, മാക്സിമം 2 ആഴ്ച, പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് റെഡിയായി. നിധിക്ക് സന്തോഷമായില്ലേ, ഇനി എവിടെയെങ്കിലും ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യോ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയണം. അപ്പോൾ താങ്ക് യു മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ തിരിച്ചിറങ്ങുവാണ്. നിധിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇയാളുടെ ആഗ്രഹം പോലെ ഇയാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ, ഇപ്പോൾ സന്തോഷമായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, ആ സന്തോഷമായി, നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ബീച്ചിലൊന്ന് ഇറങ്ങിയാലോ, എന്താ പറയുന്നത് എന്ന് സുധീഷ് ചോദിക്കുകയാണ്. അപ്പോൾ നിധി ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, ആ ഇറങ്ങാം, അതിനെന്താ, നമുക്കിറങ്ങാം, ഇറങ്ങി കുറച്ച് നേരം ഇരുന്നിട്ട് പോകാം എന്ന് പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഒരു ബീച്ചിൽ ഇറങ്ങുവാണ്. നിധി അങ്ങനെ രണ്ടുപേർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധിയാണെങ്കിൽ ചോദിക്കുകയാണ്, സുധീഷ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയാണ്, പിന്നെ സന്തോഷിക്കാതെ, ഇയാൾ ഇത്രയും സന്തോഷിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഈ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര സന്തോഷിച്ച് കാണുന്നത്. അപ്പോൾ ദിതി പറയാണ്, പിന്നെ പോയെന്ന് വിചാരിച്ചിരുന്നല്ലേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത്, അതിന് വളരെ താങ്ക്സ് ഉണ്ട് തന്നോടെന്ന് പറയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, നമ്മൾ തമ്മിൽ എന്തിനാണ് താങ്ക്സ് എന്ന് പറയുകയാണ്. അങ്ങനെ അവർ കൂടുതൽ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കണം, നിധിക്ക് എന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നൊന്നും ഇല്ലയോ? അപ്പം നിധി പറയാണ്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് അറിയണമെന്നില്ല, സുധീഷ് പറഞ്ഞാൽ ഞാൻ കേൾക്കാമെന്ന് പറയാണ്. അങ്ങനെ സുധീഷ് ആണെങ്കിൽ തൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. എന്നിട്ട് സുധീഷ് പറയാണ്, എനിക്ക് 7ാം ക്ലാസ്സിൽ ഒരു കൊച്ചിനോട് ഒരു പ്രണയം ഉണ്ടായിരുന്നു, അത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. അതിനുശേഷം 10ാം ക്ലാസ്സിൽ എനിക്ക് എൻ്റെ ടീച്ചറിനോട് ക്രഷ് ഉണ്ടായിരുന്നു, പഠിപ്പിക്കാൻ വന്ന ടീച്ചറിനോട്. അപ്പം നിധി ചോദിക്കുകയാണ്, പഠിപ്പിക്കാൻ വന്ന ടീച്ചറിന്? ആ, പഠിപ്പിക്കാൻ വന്ന ടീച്ചറിനോടൊരു ക്രഷ് ഉണ്ടായിരുന്നു, ഒരു പ്രണയം ഉണ്ടായിരുന്നു പറയാണ്. അപ്പോൾ നിധി പറയുന്ന, അത് കൊള്ളാമല്ലോ. പിന്നെ ആണെങ്കിൽ സുധീഷിനോട് ഓരോരുത്തരോടും ക്രഷ് തോന്നിയ കാര്യമൊക്കെ പറയാണ്. അവസാനം നിധി പറയാണ്, ഇത് കാമുകനല്ല കോഴിയാന്ന് പറയാണ്. അപ്പം സുധീഷ് പറയാണ്, കോഴിയോ? ആ, ഇങ്ങനെ ഒത്തിരി പെൺപിള്ളേരെ ഇഷ്ടപ്പെടുന്നത് താൻ പിന്നെ കോഴിയല്ലാതെ പിന്നെന്തുവാ എന്ന് പറയാണ്. എനിക്കങ്ങനെ ഒരു ക്രഷ് മാത്രമേ ഉള്ളൂ, അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഇഷ്ടമോ ദിവ്യ പ്രണയമോ ഒന്നും ആരോടും തോന്നിയിട്ടില്ല, അത് ഒരാളോട് മാത്രമേ ഉള്ളൂ. അപ്പം നിധിക്കാണെങ്കിൽ മനസ്സിലാവുകയാണ്. നിധി ചോദിക്കണം, അതാരോടാ? അത് വേണമെങ്കിൽ ഞാൻ തൊട്ട് കാണിക്കാം. അപ്പം നിധി പറയാണ്, കൂടുതൽ തൊട്ടൊന്നും കാണിക്കാൻ നിൽക്കണ്ട, ഇയാളെ കൂടുതൽ പറയാൻ നിൽക്കണ്ട, എനിക്ക് കേൾക്കുകയും വേണ്ടാന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടും പിന്നെ അവിടെ നിന്ന് സംസാരിക്കണം. ഈ സമയത്താണെങ്കിൽ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന ഹരീഷാണെങ്കിൽ ഇങ്ങനെ ബൈക്കൊക്കെ ഓരോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇന്ന് നീതു വരുന്ന സമയമായി. അപ്പോൾ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, നീതു വരുന്ന സമയമായല്ലോ, ഇതുവരെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീതു വരുന്നുണ്ട്. നീതുവിനെ വരുന്ന കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പക്ഷേ നീതു ആണെങ്കിൽ അവിടെ വർക്ക്ഷോപ്പിൻ്റെ മുമ്പിൽ വന്നിട്ട് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഹരീഷ് അവിടെ നിന്ന് എണീച്ചിങ്ങനെ നീതു പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന രണ്ടുപേരും അറിയാണ്, ഈ 2 വർഷവും ആ നീതു ഹരീഷേട്ടൻ്റെ പുറകെ, അപ്പം ഹരീഷേട്ടൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പം കണ്ടോ, ഇനി കുറച്ച് നാൾ നീതുവിൻ്റെ പുറകെ ഹരീഷേട്ടൻ നടക്കാൻ പറയുകയാണ്. പിന്നെ ഞാൻ എൻ്റെ പട്ടി നടക്കും എന്ന് ഹരീഷ് പറയുകയാണ്. അന്നൊരു അബദ്ധം പറഞ്ഞു പോയി, അതിന് സോറിയും പറഞ്ഞു, വേണമെങ്കിൽ കേട്ടാൽ മതി എന്ന് പറയുകയാണ്. അപ്പം കൂടെ ജോലി ചെയ്യുന്ന ചെറുക്കൻ പറയാണ്, അത് ഹരീഷേട്ടന് നീതുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ പുറകെ നടക്കും, പിന്നെ അല്ലെങ്കിൽ ചിലപ്പം നീതു ഇനി ഹരീഷേട്ടനെ വേണ്ടാന്ന് വെച്ച് കാണുമെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അങ്ങനെ അത് കേൾക്കുമ്പോഴത്തേക്ക് ഹരീഷിനൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. ഇനി തന്നെ വേണ്ടാന്ന് വെച്ചോ. നീതു അവിടെ വർക്ക്ഷോപ്പിൽ കയറാത്തതും ഹരീഷിനോട് മിണ്ടാതെ പോയതും ഹരീഷിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നീതു ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാതെ അങ്ങ് പോവുകയാണ്. കാരണം ഹരീഷിട്ടന്നെ ഒരു പണി കൊടുക്കണമല്ലോ. കുറേ നാളുകൊണ്ട് ഹരീഷിൻ്റെ പുറകെ എടുത്തിട്ട് ഹരീഷിന് ഒരു മാറ്റമില്ലല്ലോ. ഇനി ഹരീഷിനിട്ടൊരു പണി കൊടുക്കാൻ തന്നെ നീതു തീരുമാനിക്കുകയാണ്. അങ്ങനെ ഹരീഷാണെങ്കിൽ നീതു പോകുന്ന നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൂടെ ജോലി ചെയ്യുന്നിട്ട് പറയുന്നത്, ഇങ്ങനെ ഇവിടെ വന്ന് നോക്കി ചെയ്തിട്ട് ഒരു കാര്യമില്ല ഹരീഷേട്ടാ, നീതുവിൻ്റെ പുറകെ ചെന്ന് അങ്ങോട്ട് ചെന്ന് സംസാരിക്കുക. ഹരീഷേട്ടനല്ലേ തെറ്റ് ചെയ്തത്, അപ്പോൾ ഹരീഷേട്ടൻ ചെന്നല്ലേ മാപ്പ് പറയുകയും സംസാരിക്കുകയും വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഞാൻ അവളോട് മാപ്പും പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തു, ഇനി വേണമെങ്കിൽ അവൾ എന്നോട് സംസാരിച്ചത്, എനിക്ക് അവൾ എന്നോട് സംസാരിക്കണം നിർബന്ധമൊന്നുമില്ല എന്ന് പറയുകയാണ്. ഇത് കാണുമ്പോൾ അവർ ചിരിക്കുകയാണ്, ഹരീഷിൻ്റെ ഈ ഭാവങ്ങളൊക്കെ കാണുമ്പോൾ.